അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുത്ത രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. എന്ത്? അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുത്ത രണ്ട് അനുഗ്രഹങ്ങൾ. പക്ഷേ മനുഷ്യൻ ആ കാര്യത്തിൽ അശ്രദ്ധവാന്മാരാണ്. മനുഷ്യന് ആ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനുമുണ്ടല്ലോ, രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സഹാബ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ പടച്ച തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ചോദിക്കുമല്ലോ. ആ അനുഗ്രഹത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ നമ്മൾ ഹിസാബ് നടത്തണല്ലോ. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അസ്സിഹത്തു, ഒന്ന് അവന്റെ ആരോഗ്യമാണല്ലോ, വൽ രണ്ടാമത് അല്ലാഹു തആല ഒരുപാട് ഒഴിവ് സമയങ്ങൾ അവനിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയങ്ങൾ അല്ലാഹു അവനിക്ക് കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ സഹാബ എന്നവിടെ നിന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമുക്ക് ശരീരത്തിൽ തന്ന ആരോഗ്യമുണ്ടല്ലോ, നമ്മുടെ യുവത്വ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ അല്ലാഹുവേ അവിടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന്റെ ശക്തിയുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യമുണ്ടല്ലോ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നിട്ട് ഈ നിന്റെ യുവത്വം നീ എന്തിനാണ് ചെലവഴിച്ചത്? നിന്റെ യുവത്വം നീ എന്തിനാണ് ചെലവഴിച്ചത്? നിന്റെ യുവത്വം നീ എന്തിനാണ് ചെലവഴിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുമല്ലോ. അല്ലാഹു നമ്മെ വെറുതെ വിടൂല. എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങളെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലോ ഇതെല്ലാം നാളെ പടച്ച തമ്പുരാൻ ഈ പറയുന്ന എന്നോടും എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാരോട് പടച്ചുറപ്പെ അല്ലാഹു ചോദിക്കാതെ നമ്മളെ വിടൂല. നമ്മുടെ യുവത്വത്തെ കുറിച്ചിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുമല്ലോ, നിനക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ, നിനക്ക് നല്ല ആരോഗ്യം ഞാൻ തന്നിട്ടുണ്ടല്ലോ, നിനക്ക് നല്ല സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ തന്നിരുന്നല്ലോ, എന്നിട്ട് നീ എന്ത് ചെയ്തു, എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു നമ്മോട് ചോദിക്കുമല്ലോ. അല്ലാഹു നമ്മോട് ചോദിക്കുമല്ലോ. പടച്ചുറപ്പേ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ലാഹുവേ, ഞാൻ ഒരുപാട് സിനിമ കണ്ടു അല്ലാ, ഒരുപാട് സീരിയൽ കണ്ടു അല്ലാ, ഒരുപാട് തെറ്റുകളുടെ വഴികളിലൂടെ കടന്നുപോയി അല്ലാ. ഒരു പടം റിലീസാകുന്നതിന്റെ മുമ്പ്, ഒരു സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പടച്ചുറപ്പേ ഫസ്റ്റ് സ്റ്റെപ്പിൽ പോയിട്ട് അല്ലാഹുവേ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും പറയുന്നുണ്ട്. പടച്ചറപ്പേ, പുന്നാര നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ യുവത്വത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുമല്ലോ. അതേപോലെ തന്നെ ഒരുപാട് സമയങ്ങൾ നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടല്ലോ, ഒരുപാട് ഒഴിവ് സമയം അല്ലാഹു നിനക്ക് തന്നിരുന്നല്ലോ. ആ സമയത്തെ കുറിച്ച് നാളെ പടച്ച തമ്പുരാൻ എന്നോട് ചോദിക്കുമല്ലോ. ആ ചോദിക്കുന്ന സമയത്ത് നീ എന്താണ് പടച്ച തമ്പുരാന് മുമ്പിൽ പറയാതെ? നീ എന്ത് പറഞ്ഞിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും? നമുക്ക് തന്നെ ഒരുപാട് ന്യായങ്ങൾ ദുനിയാവിൽ നമുക്ക് പറയാനുണ്ട്. ഇവിടുന്ന് നമ്മൾ പറയുമല്ലോ, കാണുന്നത് ഞാനാണല്ലോ, സിനിമ കാണുന്നത് ഞാനാ, മദ്യപിക്കുന്നത് ഞാനാ,
നിസ്കരിക്കാതെ നടക്കുന്നത് ഞാനാ. പക്ഷേ നിനക്ക് എന്താണ് അതിൽ കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. നമ്മളല്ലേ നടക്കുന്നത്? ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമാണല്ലോ പറയുന്നത്, ഒരു വിശ്വാസിയോട് മാത്രമാണല്ലോ ഇത് പറയുന്നത്. അല്ലാഹുവേ പടച്ചറബ്ബേ, നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ ഇവിടെ നിന്ന് എന്തു തന്നെ മുടന്തന്യായം പറഞ്ഞിട്ട് ചോദിക്കുന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെട്ടാൽ നാളെ പടച്ചറബ്ബിന്റെ മുമ്പിൽ നമുക്കതിന് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കതിന് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഉമ്മ ഹിസാബ് എന്ന് പറഞ്ഞ, അതാണ് മഅ്ശറ എന്ന് പറഞ്ഞ, അതാണ് മഅ്ശറ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ മുമ്പിൽ വരുമ്പോ നീ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്.